പുതുപ്പള്ളി സാധുവിന്റെ ഉടമ പോത്തൻ വർഗീസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ചേട്ടാ, ഒരു ആന കിട്ടിയിരിക്കുന്നു. അതായത് ഇതിന്റെ വിഷയം ഉണ്ടായപ്പം ആന ഉടമസ്ഥ സംഘത്തിന്റെ, അതായത് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ സെക്രട്ടറി, കേരള സംസ്ഥാന സെക്രട്ടറിയാണ് രവി സാർ. അദ്ദേഹം ഇതിന്റെ കൂടെ നിന്നു. ഇന്നലെ രാത്രിയിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ മയക്കുവെടി വിദഗ്ധന്റെ ആവശ്യം വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ മയക്കുവെടി വിദഗ്ധനായ ഡോക്ടർ സാബുസി ഐസക്കിനെ എൻ്റെ കൂടെ കൂട്ടി. അതിന്റെ ആവശ്യമല്ല, ഞങ്ങൾക്കറിയാമായിരുന്നു ആന കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ആനക്കാരൻ പറഞ്ഞ ആന കേൾക്കുക. എന്നിരുന്നാൽ തന്നെ കാട്ടിനകത്ത് കിടക്കുന്നതല്ലേ, നമുക്ക് പിന്നെയും കയ്യിൽ നിന്ന് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് കൊണ്ടുവന്നേ ഉള്ളൂ. പുള്ളിക്ക് തോക്കെടുക്കേണ്ട ആവശ്യം. ആന കണ്ടെത്തിയ ആനകൾ നടക്കുമ്പോൾ അതിൻ്റെ കാല് വെക്കുന്ന പാട് മണ്ണിൽ പതിയും. പ്രത്യേകിച്ച് മഴക്കാലമുള്ള രാത്രിയായിരുന്നു ഇന്നലെ. അപ്പോൾ ചവിട്ടുനിറം താഴും. അപ്പം കൂടാതെ ആ കാലിൻ്റെ ഡയമീറ്ററുണ്ട്. ആ ഫുട് പ്രിൻറ്റിൻ്റെ ഡയമീറ്റർ നോക്കുമ്പം ഇത് 10 അടി പൊക്കമുള്ള ആനയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുട് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിൻ്റെ പകുതി വരും അതിൻ്റെ ഡയമീറ്റർ. പിന്നെ അതിൻ്റെ ഫീക്കസ് കാട്ടാനയുടെ ഫീക്കസും നാട്ടാനയുടെ വ്യത്യാസമുണ്ട്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡാണ് കാട്ടാനകൾ തിന്നുന്നത്. നാട്ടാന നിന്ന് പനമ്പട്ട, തെങ്ങിൻ്റെ ഓല, ഇതൊക്കെയാണ്. അപ്പോൾ അത് വെച്ചു. പിന്നെ ആ ഫുട് പ്രിൻ്റ് തന്നെ നോക്കി ഫോളോ ചെയ്തു. ഇന്നലെ വേണേൽ കിട്ടിയേനെ, പക്ഷേ രാത്രിയായിപ്പോയി. അല്ലാതെ ഇന്നലെ തന്നെ ഇതിനെ കണ്ടെത്തിയത്. ആന ആരോഗ്യവാനാണ്, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. മറ്റു നടപടികൾ എങ്ങനെയാണ്? ഒരു നടപടിയില്ല. ആനയ്ക്ക് റെസ്റ്റ് കൊടുക്കുക, ആന വീട്ടിലോട്ട് പോകുന്നു. ഇവര് ഫോറസ്റ്റിലെ ഉള്ള നടപടിക്രമങ്ങൾ ഫോറസ്റ്റുകാരെ റിപ്പോർട്ട് ചെയ്യുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ജോലിക്കാർക്കും, പ്രത്യേകിച്ച് റേഞ്ച് ഓഫീസർ, DFO, അതുപോലെ തന്നെ എല്ലാവർക്കും അവർ വളരെ നന്നായി സഹകരിച്ചു. ഇവിടുത്തെ റേഞ്ച് ഓഫീസർ ആണെങ്കിൽ ഒരു നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് ആൾക്കാരെ ഭക്ഷണമൊക്കെ കൊടുത്തു. വണ്ടിയിൽ ഭക്ഷണം നമ്മൾ അവല് മേടിച്ച് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണം എല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ സഹകരണമായിരുന്നു. അവരുടെ പ്ലാനിങ് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങളൊരു 8-9 സ്ഥലത്തേക്ക് ഈ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞിട്ട് അതിലൊരു ടീമിനാണ് ഈ ഇങ്ങോട്ട് വഴി നടക്കുന്ന ഇത് കണ്ടത്. അതപ്പോൾ ഇൻഫോം ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. കുറേ അധികം ദൂരം നടന്നിട്ട് ഇഞ്ചമുള്ളിൽ കൂടെ കിടന്ന് ഇതൊക്കെ അതിൻ്റെ അടുത്ത് പോയിരുന്നു. ഇഞ്ചമുള്ളിൽ കൂടെ എന്തായാലും ആനയെ നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കകം കേരള ഫോറസ്റ്റും അതുപോലെ ആനയുടെ ഉടമസ്ഥരും ചേർന്ന് സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ അങ്ങനെ ആനയെ കണ്ടെത്തിയിരിക്കുകയാണ്. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് പറയുന്നത്. ഇനി ഫോറസ്റ്റ് അധികൃതരെ കാട്ടിയ ശേഷം അതിൻ്റെ രേഖകളും മറ്റും സമർപ്പിച്ച് ആനയെ എത്രയും പെട്ടെന്ന് കോട്ടയത്തോട്ട് മാറ്റും. കോതമംഗലത്തിൽ നിന്നും മനോജ് മാടശ്ശേരിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്.